പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള മാതാപിതാക്കളെ, എല്ലാവരെയും ഗുഡ്നസ് TV ഒരുക്കുന്ന വചനദീപ്തിയിലേക്ക് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, വചനമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു. വചനത്തിലാണ് നമ്മുടെ ജീവിതം അടങ്ങിയിരിക്കുന്നത്. കാരണം വചനമാണ് നമ്മെ ജീവിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, യെശയ്യായുടെ പുസ്തകം 55-ാം അധ്യായത്തിൽ 10 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് സുപരിചിതമാണ്. പറയുകയാണ്, ആകാശത്ത് നിന്ന് മഞ്ഞും മഴയും വരുന്നു. അത് ഭൂമിയിലേക്ക് വന്നിട്ട് അത് തിരിച്ചു ഉടനെ പോകുന്നില്ല. അത് ഭൂമിയിൽ വന്ന് അത് നനച്ച് ഭൂമിയിലെ സസ്യങ്ങളെ കിളിർപ്പിക്കുന്നു, ഫലങ്ങളുണ്ടാക്കുന്നു, വിത്തുകളുണ്ടാക്കുന്നു. എന്നിട്ട് പറയുകയാണ്, വചനം പറയുകയാണ്, അതുപോലെ തന്നെയാണ് എൻ്റെ വചനവും. കർത്താവ് പറയുന്നു, ഞാൻ നൽകുന്ന വചനം, ആ വചനം ശരിയാണ്, ലക്ഷ്യം കണ്ടെത്തിയാണ് തിരിച്ചു വരിക. ആ വചനം ഫലപ്രാപ്തി ഉണ്ടാക്കും, ആ വചനം വിളവ് നൽകും എന്ന് കർത്താവ് പറയുന്നു. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ വചനത്തിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. തീർച്ചയായിട്ടും ആ വചനം നമ്മെ വളർത്തുകയും നമ്മെ വലുതാക്കുകയും നമുക്ക് വേണ്ട അനുഗ്രഹങ്ങളൊക്കെ ആ വചനം വഴി നമുക്ക് ലഭിക്കും. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വചനദീപ്തി നമുക്ക് തുടങ്ങാം. സ്നേഹമുള്ളവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മെ പ്രചോദിപ്പിക്കുന്നത് കുടുംബജീവിതത്തെ പറ്റി പറയുന്നതിന് വേണ്ടിയാണ്. സങ്കീർത്തനം 128 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട്: കർത്താവിനെ ഭയപ്പെടുകയും അവൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അതിന് കാരണം പറഞ്ഞുകൊണ്ട് പറയുകയാണ്. കാരണം അങ്ങനെ നടക്കുന്ന കുടുംബത്തിനെ പറ്റി പറയുകയാണ്. അങ്ങനെയുള്ള കുടുംബത്തിൽ അവിടെയുള്ള രക്ഷിതാവ്, ഭർത്താവ്, അദ്ദേഹം ചെയ്യുന്ന എല്ലാ ജോലിക്കും കർത്താവ് സമ്മാനം നൽകും. അവൻ്റെ അധ്വാന ബലം അവൻ അനുഭവിക്കും. അവൻ സന്തുഷ്ടനായിരിക്കും, അവൻ സന്തോഷം അനുഭവിക്കും. എന്നിട്ട് പിന്നെ പറയുകയാണ്, ഭാര്യയെപ്പറ്റി പറയുകയാണ്, അവൻ്റെ ഭാര്യ വീട്ടിൽ ഫലസമൃദ്ധമായ മധുരമുള്ള മുന്തിരി പോലെയായിരിക്കും. മധുരമുള്ള മുന്തിരിയായിരിക്കും ഭാര്യ. മക്കളെ പറ്റി പറയുകയാണ്, അതെ, ഒലീവ് തൈകൾ പോലെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഉണ്ടാകും. അങ്ങനെ കർത്താവിൻ്റെ ഭക്തൻ അങ്ങനെ അനുഗ്രഹിക്കപ്പെടും എന്നാണ് പറയുന്നത്. സ്നേഹമുള്ളവരെ, കർത്താവ് ആഗ്രഹിക്കുന്ന കുടുംബം ഒക്കെ ഇങ്ങനെ വരണമെന്നാണ്. എല്ലാ കുടുംബങ്ങളും ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതായത് നമ്മുടെ അധ്വാനബലം നമ്മൾ അനുഭവിക്കണം, നമ്മൾ സന്തുഷ്ടനായിരിക്കണം. നമ്മുടെ ഭാര്യ നമുക്ക് ലഹരിയായിട്ട് മധുരമായി നമ്മുടെ വീട്ടിലുണ്ടാകണം. നമ്മുടെ മക്കളൊക്കെ നമ്മളെ കേൾക്കുന്ന, നമ്മളെ അനുസരിക്കുന്ന നല്ല മക്കളായിട്ട് വളർന്നു വരണം. നമ്മുടെ മേശയ്ക്ക് ചുറ്റും അവരുണ്ടാകണം. സ്നേഹമുള്ളവരെ, അങ്ങനെയുള്ള നല്ലൊരു കുടുംബത്തെയാണ് ഈശോ കാണുന്നത്. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ കർത്താവിനെ ഭയപ്പെടുകയും തമ്പുരാൻ്റെ വഴികളിൽ, കർത്താവിൻ്റെ വഴികളിൽ നമ്മൾ നടക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. കർത്താവിനെ ഭയപ്പെടാതെ നമ്മൾ നടന്നാൽ, അവൻ്റെ വഴികളിൽ നടന്നാൽ ഈ അനുഗ്രഹമൊന്നും ലഭിക്കുകയില്ല. അവൻ്റെ ഈശോയെ ഭയപ്പെടുകയും ഈശോയുടെ വഴികളിൽ നമ്മൾ നടക്കുകയും ചെയ്യുമ്പോഴാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത് എന്ന് സങ്കീർത്തകൻ അടിവരയിട്ട് നമ്മോട് പറയുകയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് അങ്ങനെ സന്തോഷകരമായ ഒരു കുടുംബജീവിതം ഉണ്ടാകുന്നതിന് കർത്താവ് എപ്പോഴും കൂടെ ഉണ്ടാകണം. കർത്താവ് കൂടെയില്ലാത്ത ഒരു കുടുംബജീവിതം, ക്രിസ്തുവില്ലാത്ത ഒരു കുടുംബജീവിതം, അത് സന്തോഷപ്രദമല്ല. അതുകൊണ്ട് വ്യക്തമായിട്ട് സഭാപ്രാസംഗികൻ നമ്മോട് പറയുന്നുണ്ട്, 4:12 പറയുകയാണ്, അതായത്
മുപ്പിരി ചരട് പൊട്ടിക്കാൻ സാധിക്കാത്തതുപോലെ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആ ബന്ധം ഒരിക്കലും, ഭാര്യയും ഭർത്താവും അടങ്ങുന്ന ആ ബന്ധം ഒരിക്കലും പൊട്ടുകയില്ല എന്ന് പറയുന്നു. ഒരു ചരടാണെങ്കിൽ ചിലപ്പോൾ പൊട്ടിയേക്കാം, 2 ചരടാണെങ്കിലും പൊട്ടിയേക്കാം. എന്നാൽ മുപ്പിരി ചരട് അത് പൊട്ടുക എളുപ്പമല്ല. കർത്താവ് മുപ്പിരി ചരട് പോലെ കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ആ ചരടുണ്ട്. ഭാര്യയും ഭർത്താവിനെയും കോർത്തിണക്കിക്കൊണ്ട് ആ ചരടുണ്ട്. പക്ഷേ ആ ചരടിനെ നമ്മൾ പൊട്ടിച്ച് കളഞ്ഞാൽ പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ശിഥിലമാകാനായിട്ട് അധികം സമയം വേണ്ട. അതിനാണ് സ്നേഹമുള്ളവരെ, കർത്താവ് നമ്മുടെ കൂടെ, നമ്മുടെ മധ്യേ, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഭവനങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടും. സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കാൻ അവർക്ക് സാധിക്കും. അവരുടെ കുടുംബങ്ങളൊക്കെ സ്വർഗീയമായി തീരുമെന്ന് നമ്മളെ വചനം പഠിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമുക്കറിയാമല്ലോ, ഈ സന്തോഷകരമായ കുടുംബ ജീവിതത്തെ തകർക്കുന്നത് പ്രധാനമായും ദാമ്പത്യ അവിശ്വസ്തത എന്ന ഒരു പാപമാണ് പ്രധാനപ്പെട്ട കാരണം. ഇന്ന് നമുക്കറിയാം, തെറ്റായ ബന്ധങ്ങൾ മൂലം അനേകം കുടുംബങ്ങൾ ഇന്ന് പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ്, തകരുകയാണ്. കർത്താവ് നമ്മോട് പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വസ്തതാപൂർവം നിങ്ങൾ നിൽക്കണം. കാരണം കർത്താവിന് മുമ്പിൽ പ്രതിജ്ഞ ചെയ്തതാണ്. വിവാഹത്തിന് ഭാര്യയും ഭർത്താവും ദേവാലയത്തിൽ വെച്ച് ഒരു ഉടമ്പടി ചെയ്തതാണ്. സുഖത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, രോഗത്തിലും ആരോഗ്യത്തിലും എല്ലാ സമയങ്ങളിലും മരണം വരെ ഒരുമിച്ച് ജീവിക്കാമെന്ന് കർത്താവിൻ്റെ മുമ്പാകെ പ്രതിജ്ഞ ചെയ്തതാണ്. എന്നിട്ട് ഈ ഉടമ്പടി ചെയ്തിട്ട് പലപ്പോഴും നമ്മളൊക്കെ ആ ഉടമ്പടി തെറ്റിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും രൂപമെടുക്കുന്നത്. നമുക്കറിയാം, നമുക്ക് വിവാഹ ദിവസം നമുക്ക് താലി വരൻ വധുവിൻ്റെ കഴുത്തിൽ ചാർത്തുന്നുണ്ട്. ചാർത്തുമ്പോൾ നല്ല മനോഹരമായ സംഗീതം പൊഴിക്കുന്നുണ്ട്. ഗായകർ പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുമ്പോൾ തിരുസഭ വിജയത്തിന് തൊടുകുറി അണിയുന്നു എന്ന് പറഞ്ഞു. ആ താലിയിൽ നമുക്കറിയാം 12 ശിഷ്യന്മാരെ അനുസ്മരിച്ചുകൊണ്ട് 12 മുട്ടുകളുണ്ട്. നീളത്തിൽ 12 മുട്ടുകൾ, 7 കുദാശകളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് 7 മുട്ടുകൾ, അതിന് വിലങ്ങനയുമുണ്ട്. ഒരു കുരിശാകൃതിയിലാണ്. അങ്ങനെ നമ്മുടെ ജീവിതം അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ആ ജീവിതം അവസാനിക്കുന്നതാകട്ടെ, ഭാര്യയാണെങ്കിൽ മരിച്ചതിന് ശേഷം അവളുടെ താലി നമുക്കറിയാം. ആ താലി ആ മരിച്ചതിന് ശേഷമാണ് ആ താലി കൊണ്ടുവന്ന് ദേവാലയത്തിലെ പെട്ടിയിൽ നിക്ഷേപിക്കുക. കാരണം അവസാനം വരേക്കും ആ ബന്ധം നിലനിൽക്കണമെന്നാണ് തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ ദാമ്പത്യ അവിശ്വസ്തത കടന്നു വരുമ്പോൾ കുടുംബങ്ങളൊക്കെ പെട്ടെന്ന് പൊട്ടി തകരുന്നു. ആദ്യം ക്രിസ്തുവിനെ പതുക്കെ അവരകന്ന് ജീവിക്കാൻ തുടങ്ങുന്നു. പിന്നീട് അവരുടെ ജീവിതത്തിൽ അവിശ്വസ്തത കടന്നു വരുന്നു. അതുകൊണ്ട് മലാഖിയുടെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 13 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളിൽ പറയുന്നുണ്ട്. ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങൾ എൻ്റെ ബലിപീഠത്തിൽ വന്നതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ കരഞ്ഞ് വിലപിക്കുന്നത്? നിങ്ങൾ കരഞ്ഞ് വിലപിച്ചിട്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ അവിശ്വസ്തത കാണിച്ചിരിക്കുന്നു. നിനക്ക് ജീവിത പങ്കാളിയായി തന്ന ആ വ്യക്തിയോട്, ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ, അവരോട് അവിശ്വസ്തത കാണിച്ചതുകൊണ്ട് കർത്താവ് നിൻ്റെ പ്രാർത്ഥന ഒന്നും കേൾക്കാൻ പോകുന്നില്ല. നീ ബലിപീഠത്തിൽ വന്ന് എത്രമാത്രം കരഞ്ഞാലും ഒരു പ്രയോജനവുമില്ല. നീ അവിശ്വസ്തത കാണിച്ചു. നിൻ്റെ യൗവനത്തിൽ നിൻ്റെ ഭാര്യയോട് നീ അവിശ്വസ്തത കാണിച്ചാൽ ഞാൻ നിനക്കും അനുഗ്രഹം തരുകയില്ല എന്ന് കർത്താവ് വ്യക്തമായിട്ട് അവിടെ പറയുകയാണ്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 6-ാം അധ്യായത്തിൽ 2 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അഭിലാഷങ്ങൾക്ക് നീ അടിമപ്പെടരുത്. അങ്ങനെ അഭിലാഷങ്ങൾക്ക് നീ അടിമപ്പെട്ടാൽ അത് കാളക്കൂറ്റിനെ പോലെ നിന്നെ കുത്തിക്കീറും. നിൻ്റെ ഇലകളൊക്കെ അത് ഭക്ഷിക്കും. നീ ഒരു ഉണക്ക മരമായി നീ തീരും. സ്നേഹമുള്ളവരെ, അതെ, അഭിലാഷങ്ങൾക്ക്, നമുക്കിഷ്ടമുള്ള അഭിലാഷങ്ങൾക്ക്,
ആഗ്രഹങ്ങൾക്കെല്ലാം വഴിപ്പെട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ വഴിപിഴച്ച ജീവിതം നമ്മൾ നയിക്കുമ്പോൾ നമ്മുടെ ജീവിതം പറയുന്നത്, വചനം പറയുന്നത്, നമ്മളൊരു ഉണക്കമരമായി തീരുമെന്ന് തന്നെയാണ് പറയുന്നത്. സ്നേഹമുള്ളവരെ, നമുക്കറിയാമല്ലോ ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവം. അതുകൊണ്ട് തന്നെ ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് അനുതപിച്ചു. ദാവീദിനോട് ദൈവം ക്ഷമിച്ചു. എന്നാൽ ദാവീദിൻ്റെ കുടുംബത്തോട് നമുക്കറിയാം കുറേ വേദനകൾ, പിന്നെ സഹനങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. അവർ മക്കൾക്കാകട്ടെ, പിന്നീട് ദാവീദിന് തന്നെയും മക്കളിൽ നിന്ന് കുറേ വേദനകൾ സഹിക്കേണ്ടി വന്നു. പറയുന്നുണ്ട്, അതെ, നീ രഹസ്യമായി വ്യഭിചാരം ചെയ്തുകൊണ്ട്, ബത്ശേബയുമായിട്ട് ദാവീദ് രഹസ്യമായി വ്യഭിചാരം ചെയ്തുകൊണ്ട് പറയുക, നിൻ്റെ മക്കള് പരസ്യമായിട്ട് എല്ലാവരും മുമ്പാകെ വ്യഭിചാരം ചെയ്യും, നിൻ്റെ ഭാര്യമാരും ഒന്നിച്ച് വ്യഭിചാരം ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അബ്സലോം ദാവീദിൻ്റെ പ്രിയപ്പെട്ട മകനാണ്, ആത്മസന്താനമാണ്. ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി അന്വേഷിച്ച് ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അബ്സലോമിൻ്റെ സഹോദരി താമാറുണ്ട്, മറ്റൊരു ഭാര്യയിൽ നിന്ന് ജനിച്ച മറ്റൊരു വ്യക്തിയുണ്ട്. അപ്പോൾ ഈ വ്യക്തിക്ക് ഈ താമാറിനോടുള്ള സ്നേഹം, പക്ഷേ ആ സ്നേഹബന്ധം, തെറ്റായ ബന്ധം അവസാനം അത് അമ്നോൻ്റെ കൊലപാതകത്തിൽ അവസാനിക്കുകയാണ്. ആ വ്യക്തിയുടെ കൊലപാതകത്തിൽ അബ്സലോം തന്നെ അവനെ കൊല്ലുകയാണ്. അവനെ വിളിച്ചു വരുത്തി അവനെ ചതിയിൽ കൊല്ലുകയാണ് ചെയ്തത്. സ്നേഹമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. നമ്മുടെ തെറ്റായ ബന്ധങ്ങൾ, നമ്മൾ മോശമായ രീതിയിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന് നമ്മൾ ഇങ്ങനെ അവിശ്വസ്തത കാണിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ തെറ്റിന് നമ്മൾ ഫലം അനുഭവിക്കേണ്ടി വരും എന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്കറിയാമല്ലോ ജോസഫിൻ്റെ ചരിത്രം. പൂർവ്വപിതാവായ ജോസഫ് ഉൽപ്പത്തിയുടെ 39-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അവനെ പൊത്തിഫറിൻ്റെ ഭാര്യ അവൻ്റെ കിടക്കയിലേക്ക് പിടിച്ച് വലിക്കുന്നുണ്ട്, പൊത്തിഫറിൻ്റെ ഭാര്യ. എന്നിട്ട് കൂടെ ശയിക്കാൻ പറയുന്നുണ്ട്. ആരുമില്ല, നീയും ഞാനും മാത്രമേ ഉള്ളൂ, ഒന്ന് ശയിക്കുക, ആരും അറിയില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം ജോസഫ് ദൈവത്തിന് എതിരെ നീചമായി പ്രവർത്തിച്ച് പാപം ചെയ്യാൻ ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. താൽക്കാലികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ജോസഫിൻ്റെ ജീവിതത്തിൽ ഉണ്ടായെങ്കിലും പിന്നീട് നമുക്കറിയാം ഈ ജോസഫിനെ ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രിയാക്കി ഉയർത്തുകയാണ് തമ്പുരാൻ ചെയ്തത്. സ്നേഹമുള്ളവരെ, വിശ്വസ്തയോടെ നമ്മൾ ജീവിക്കുമ്പോൾ ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അവിശ്വസ്ത കാണിക്കുമ്പോൾ അതിന് തിക്തമായ നമുക്ക് ശാപങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരും എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്കറിയാമല്ലോ തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 1 തെസ്സലോനിയ 4 അധ്യായത്തിൽ 3 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം കർത്താവ് പറയുന്നത്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ഞാൻ നിങ്ങളിൽ നിന്ന് അഭിലഷിക്കുന്നത്. എന്നാൽ നിങ്ങൾ മറ്റ് വിജാതീയരെ പോലെ കാമാസക്തിക്ക് അടിമപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ സ്വന്തം ശരീരത്തെ എങ്ങനെയാണ് വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്ന് കർത്താവ് മനസ്സിലാക്കി തരുന്നുണ്ട്. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 6 അധ്യായത്തിൽ 18 മുതൽ 20 വരെയുള്ള തിരുവചനം വായിക്കുമ്പോൾ നമുക്കറിയാം കർത്താവ് പറയുകയാണ്, നിങ്ങൾ വ്യഭിചാരത്തിൽ നിന്ന് നിങ്ങൾ ഓടി അകലുവിൻ. കാരണം പ്രധാനപ്പെട്ട കാര്യം അത് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം. ആ ശരീരത്തെ നിങ്ങൾ മലിനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ആലയത്തെ നമ്മൾ മലിനപ്പെടുത്തുമ്പോൾ ദൈവവും നമ്മോട് കണക്ക് ചോദിക്കും. കർത്താവ് നമുക്ക് ശരീരം തന്നിരിക്കുന്നത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കരുതിക്കൊണ്ടാണ്. വിശദീകരിക്കപ്പെട്ട ഒരു ശരീരമാണ്. അങ്ങനെ വിശദീകരിക്കപ്പെട്ട ഒരു കുടുംബം, വിശദീകരിക്കപ്പെട്ട ജീവിത പങ്കാളി എല്ലാം ഉണ്ടാകണമെന്ന് തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ കർത്താവ് നമ്മെ വിലക്കി വാങ്ങിയിട്ടും നാമൊക്കെ ഈ തെറ്റിലേക്ക് കടന്നു പോകുമ്പോൾ കർത്താവ് പറയുകയാണ്, അതിന് തക്കതായ ശിക്ഷ ഞാൻ നൽകുമെന്ന് തന്നെയാണ് പറയുന്നത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദാമ്പത്യ അവിശ്വസ്തത നമ്മൾ മാറ്റി വയ്ക്കണം. അതാണ് ഏറ്റവും വലിയ തമ്പുരാൻ വെറുക്കുന്ന പാപം. നമ്മുടെ കുടുംബജീവിതത്തെ തകർക്കുന്ന പാപം അതാണ്.
സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 32-ാം തിരുവചന പ്രകാരമാണ്, വ്യഭിചാരം ചെയ്യുന്നവന് സുബോധമില്ല, അവൻ തന്നെ നശിപ്പിക്കുന്നു, തൻ്റെ ജീവനെ അവൻ നശിപ്പിക്കുന്നു, അവന് മാനഹാനിയും ക്ഷതവുമാണ് സംഭവിക്കുക. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ ഈ അവിശ്വസ്തതയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. കർത്താവിൻ്റെ കൽപ്പനകളിൽ നമുക്കറിയാമല്ലോ, കൽപ്പനകളിലെ പ്രധാനപ്പെട്ട കൽപ്പനകളിൽ 10 കൽപ്പനകളിൽ 5-ാം കൽപ്പന, 6-ാം കൽപ്പന, 9-ാം കൽപ്പന ഇതെല്ലാം വിശ്വസ്തതയുമായി ബന്ധപ്പെട്ട കൽപ്പനകളാണ്. 6-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നീ വ്യഭിചാരം ചെയ്യരുത്. 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നീ അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. കൃത്യമായിട്ട് പറയുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നാം ഒക്കെ പരിശോധിക്കുക, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടക്കുന്ന നമ്മുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, നമ്മുടെ ജീവിത പങ്കാളിയുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ്. കർത്താവ് യേശു പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറയണം 5:27 മുതൽ 28 വരെ തിരുവചനങ്ങൾ പറയുക, ഈ വ്യഭിചാരം ശരീരത്തിൽ ചെയ്യുന്നത് മാത്രമല്ല, ആസക്തിയോടെ ഒരു പെണ്ണിനെ നോക്കുന്നത് തന്നെ, കാമവികാരത്തോടെ ഒരു പെണ്ണിനെ നോക്കുന്നത് തന്നെ വ്യഭിചാരം ചെയ്യുന്നതിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. സ്നേഹമുള്ളവരെ, അതിനാൽ നമുക്ക് പരിശോധിക്കാം, നമ്മുടെ തെറ്റുകൾ, നമ്മുടെ പാപങ്ങൾ നമ്മൾ പരിശോധിക്കാം. നമുക്ക് കർത്താവ് പറഞ്ഞു തരുന്നുണ്ട്, ഇതിൽ നിന്ന് നമ്മൾ തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. കുടുംബജീവിതം തകരും, നമ്മുടെ മക്കളൊക്കെ അന്യാധീനമായി പോകും. അതുകൊണ്ട് മക്കളും അശുദ്ധരാകാതിരിക്കാൻ, നമ്മളും അശുദ്ധരായി നമ്മുടെ ശാപത്തിലേക്ക് പോകാതിരിക്കുവാനായിട്ട് നമുക്ക് വിശ്വസ്തതയിലേക്ക് കടന്നു വരണം. തമ്പുരാൻ നമ്മളോട് പറയുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം സുഭാഷിതങ്ങളിൽ 28:13 പറയുന്നുണ്ട്, തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാകുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കർത്താവിൻ്റെ കരുണ ലഭിക്കും. സ്നേഹമുള്ളവരെ, തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ കരുണ തേടുകയാണ് പരിഹാരം. അനുദപിച്ച് കർത്താവിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ തെറ്റിന് മാപ്പ് ചോദിക്കുക. തീർച്ചയായിട്ടും കരുണയുള്ള കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യും. 1 യോഹന്നാൻ 1:7 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളും അത് തന്നെയാണ് പറയുന്നത്. കർത്താവിൻ്റെ പരിശുദ്ധ രക്തം നമ്മെ എല്ലാ പാപങ്ങളിൽ നിന്നും വിശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ലെന്ന് പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. അതിന് നമ്മുടെ പാപങ്ങൾ നാം ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനാകിയാൽ, നമ്മുടെ കാരുണ്യമുള്ളവനാകിയാൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുക, അനുദപിച്ച് കർത്താവിനോട് ഏറ്റുപറയുക. ധൂർത്തപുത്രൻ അതാണല്ലോ ചെയ്തത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ തൻ്റെ പാപങ്ങൾ പിതാവിനോട് ഏറ്റുപറയുക. ഏറ്റുപറയുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് നമുക്ക് കരുണ നൽകും. കർത്താവ് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് നമ്മെ പുതിയ സൃഷ്ടികളാക്കി കർത്താവ് മാറ്റും. നമുക്കറിയാം, വിശുദ്ധ അഗസ്റ്റിൻ്റെയൊക്കെ ജീവിതം നമുക്കറിയാം. എങ്ങനെയാണ് ആദ്യകാലത്ത് അഗസ്റ്റിൻ്റെ ജീവിതം, അഴുക്ക് പിടിച്ച ചാലിലൂടെയുള്ള അഗസ്റ്റിൻ്റെ ജീവിതം പിന്നീട് എങ്ങനെയാണ് രൂപാന്തരപ്പെട്ടത്. കർത്താവിൻ്റെ വചനം അവനിൽ ഉള്ളിലേക്ക് കയറി ചെന്നപ്പോൾ അവനൊരു വിശുദ്ധീകരണമുണ്ടായി. അവൻ തെറ്റുകൾ മനസ്സിലാക്കി, അവൻ സത്യത്തിൻ്റെ വഴിയിലേക്ക് കടന്നു വന്നു, അവൻ വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് കടന്നു വന്നു. പിന്നെ അത് വിശുദ്ധിയുടെ ഒരു യാത്രയായിരുന്നു. സ്നേഹമുള്ളവരെ, നമുക്കും തീർച്ചയായിട്ടും നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞാൽ തീർച്ചയായിട്ടും കർത്താവ് ക്ഷമിക്കുന്ന കർത്താവ്, കർത്താവ് കരുണയുള്ള കർത്താവ്. നമ്മൾ കണ്ണീരിലൂടെ കർത്താവിൻ്റെ കരുണ തേടാനായിട്ട് നമുക്ക് സാധിക്കും. സ്നേഹമുള്ളവർ, എന്നിട്ട് നമ്മൾ കുമ്പസാരം നമുക്ക് കത്തോലിക്ക സഭയിൽ ഏറ്റവും മനോഹരമായി തന്നിട്ടുണ്ട് കുമ്പസാരം. ആ കുമ്പസാരത്തിനകത്ത് നമ്മൾ തെറ്റുകൾ വൈദികനോട് ഏറ്റുപറയുമ്പോൾ സ്നേഹമുള്ളവർ, എത്ര വലിയ ഭാഗ്യമാണ്. ആ പാപങ്ങളൊക്കെ ക്ഷമിക്കപ്പെട്ട് ഒരു പുതിയ വ്യക്തികളായി നമ്മൾ പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. സ്നേഹമുള്ളവരെ, നമുക്കറിയാം യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 20:23 അത് പറയുന്നുണ്ട്, നിങ്ങൾ ആരുടെയെങ്കിലും, കർത്താവ് സ്ലീഹന്മാർ ചുമതലപ്പെടുത്തുകയാണ്, നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ ക്ഷമിക്കുന്നെങ്കിൽ അത് ക്ഷമിക്കപ്പെട്ടിരിക്കും, ആരെങ്കിലും പാപങ്ങൾ ബന്ധിക്കുന്നെങ്കിൽ അത് ബന്ധിക്കപ്പെട്ടിരിക്കും, ഉറപ്പാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് കാരുണ്യത്തിൻ്റെ ഒരു കൂടാരത്തെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ കാരുണ്യത്തിൻ്റെ കൂടാരത്തിൽ നമ്മൾ പോയി സമീപിക്കണം. നമ്മൾ അനുദപിച്ച് വൈദികനോട് ഏറ്റുപറയണം.
നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ തമ്പുരാൻ നമ്മുടെ ആ പാപങ്ങൾ ക്ഷമിക്കുകയും നമ്മെ പുതിയ സൃഷ്ടികളാക്കി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ ഒരു പുതിയൊരു ജീവിതം, ഒരു കുടുംബ ജീവിതം നമുക്ക് ആരംഭിക്കാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവർ, കർത്താവ് ആഗ്രഹിക്കുകയാണത്. സ്നേഹമുള്ളവരെ, അങ്ങനെ നമ്മൾ ആരംഭിച്ചുകൊണ്ട് മാത്രം ആ കുടുംബജീവിതം ഭംഗിയാവുകയില്ല. ഈ കുടുംബജീവിതം ഭംഗിയായി നിലനിൽക്കണമെങ്കിൽ എന്തു വേണം? നമ്മുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന വേണം. കുടുംബ പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യസമയത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ തരും, അത് നിലനിൽക്കും. അതുപോലെ തന്നെ വ്യക്തിപരമായ പ്രാർത്ഥനകളും. ഈ പ്രാർത്ഥനകളിൽ നാം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് കർത്താവിനോട് നന്ദി പറയാനായിട്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. പ്രാർത്ഥനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർത്താവിന് നന്ദി പറയുക എന്നുള്ളതാണ്. അപേക്ഷകൾ അതിന് ശേഷമുള്ള കാര്യങ്ങളാണ്. പക്ഷെ പലപ്പോഴും അപേക്ഷകളാണ് മുഴുവനും നമ്മൾ പറയുന്നത്, പക്ഷേ നന്ദി ആണ് നമ്മൾ പിന്നിൽ പറയുന്നത്. ഏറ്റവും മുമ്പിൽ പറയേണ്ടത് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഇതുവരെ കർത്താവ് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് കർത്താവിനോട് നന്ദി പറയണം. പിന്നീട് നമ്മുടെ അപേക്ഷകൾ സമർപ്പിക്കുക. പിന്നീട് നമ്മൾ കർത്താവിൻ്റെ ഹിതം അന്വേഷിക്കണം. പ്രാർത്ഥനയിൽ നമ്മുടെ ഹിതം അന്വേഷിച്ച് പോരാ, കർത്താവിൻ്റെ ഹിതം അന്വേഷിച്ച് നടക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവിനോട്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, ഇവയിലെല്ലാം അങ്ങനെ നമ്മുടെ ദൈവവുമായിട്ടുള്ള വലിയ ഫെലോഷിപ്പ്, ആ കൂട്ടായ്മ സ്ഥാപിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കുടുംബമെല്ലാം സന്തോഷകരമായ കുടുംബങ്ങളായി മാറുമെന്നതിൽ യാതൊരു സംശയമില്ല. സ്നേഹമുള്ളവർ, അതുപോലെ തന്നെയാണ് ഈ പ്രാർത്ഥനയെപ്പോലെ തന്നെയാണ് വിശുദ്ധ കുർബാനയും. വിശുദ്ധ കുർബാനയിൽ സാധിക്കാവുന്ന സമയങ്ങളിലെല്ലാം പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കണം. നമുക്കറിയാമല്ലോ, യേശു കർത്താവ് ദൈവം നേരിട്ട് സ്ഥാപിച്ച രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വിവാഹം എന്ന കുദാശയും, അതുപോലെ തന്നെ അതേ പരിശുദ്ധ കുർബാനയും. കർത്താവ് ഈ ലോകത്തു നിന്ന് പോകുന്നതിന് മുമ്പ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു എന്ന് നമുക്കറിയാം. നേരിട്ട് ചെയ്ത കാര്യങ്ങളാണ്. രണ്ടും അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് സ്നേഹമുള്ളവരെ. അതുകൊണ്ട് കുടുംബജീവിതം ഭദ്രമാകണമെങ്കിൽ വിശുദ്ധ കുർബാന കൂടിയേ തീരൂ. വിശുദ്ധ കുർബാനയിൽ നിന്ന് ഉൾക്കൊള്ളുന്ന ആ സ്നേഹം, അത് നമ്മുടെ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തണം. സ്നേഹത്തിൻ്റെ ഒരു ബലിയായി തീരുവാനായിട്ട് നമുക്ക് വിശുദ്ധ കുർബാന തരുന്ന അനുഗ്രഹം ചില്ലറയൊന്നുമല്ല. അതുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കാവുന്നിടത്തോളം ആത്മാർത്ഥമായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ബന്ധങ്ങളൊക്കെ നിലനിൽക്കും. സ്നേഹമുള്ളവർ, അതുപോലെ തന്നെ തിരുവചന വായന, സമയം കിട്ടുമ്പോഴെല്ലാം വിശുദ്ധ ഗ്രന്ഥം നമ്മളെടുത്ത് വായിക്കണം. ഈശോ നമ്മോട് സംസാരിക്കുന്ന സമയങ്ങളാണ്. അത് വായിക്കുമ്പോൾ ഈശോ നമ്മോട് പേഴ്സണലായിട്ട് വ്യക്തിപരമായി സംസാരിക്കും. സ്നേഹമുള്ളവർ, അതിനാൽ നമ്മുടെ കുടുംബജീവിതമെല്ലാം അനുഗ്രഹപ്രദമാകണം, നന്നാകണം എന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്വർഗീയമായ ഒരു കുടുംബജീവിതം എല്ലാവർക്കും ലഭിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് നമ്മോട് പറയുകയാണ്, അതിനാൽ കർത്താവിൻ്റെ വഴികൾ തേടണം, കർത്താവിനെ അന്വേഷിക്കണം, കർത്താവിനോട് കൂടെ കർത്താവിൻ്റെ കൽപ്പനകളനുസരിച്ച് നമ്മൾ ജീവിക്കണം. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതമെല്ലാം സ്വർഗീയ ജീവിതമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ദൈവം നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ.